2025 ഇടമണ്ണയിൽ വി സുഗുണാനന്ദൻ സ്മാരക കഥകളി പുരസ്കാരം സദനം വിജയൻ വാര്യർക്ക് സമ്മാനിച്ചു. എറണാകുളം ബ്രഹ്മസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ പുരസ്കാരം സമർപ്പിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പിതാവും കഥകളി കലാകാരനുമായ ഇടമണ്ണയിൽ ശ്രീ വി സുഗുണാനന്ദന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പുരസ്കാരം. ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ധ്യായാബോധവളാവഗുണ്ഠനവതീം തേജോമയീം നൈഷ്ഠികീം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പിതാവും കഥകളി കലാകാരനുമായ ഇടമണ്ണേൽ ശ്രീ വി സുഗുണാനന്ദന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന കഥകളി പുരസ്കാരം സദനം വിജയൻ വാര്യർക്ക് സമ്മാനിച്ചു. എറണാകുളം ബ്രഹ്മസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ സി രാധാകൃഷ്ണനാണ് പുരസ്കാരം നൽകിയത്. കഥകളി എന്നുള്ളത് കലകളിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കലയാണ്. അതിൻ്റെ പ്രകടനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഈശ്വര സാക്ഷാത്കാരം വരെ തേടിയ ആളുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അവരെ നമസ്കരിക്കാതെ പറ്റില്ല. 50,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങിയതാണ് പുരസ്കാരം. പ്രശസ്തി പത്രം ഡോക്ടർ ആനന്ദകുമാർ വിജയൻ വാര്യർക്ക് നൽകി. ഡോക്ടർ ഗിരീഷ് കുമാർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സുഗുണച്ചൻ കഥകളിയിൽ കൂടുതലും കൃഷ്ണവേഷം തന്നെയാണ് എടുത്തിരുന്നത്. അന്ന് അമ്മയിൽ പ്രതിഫലിച്ച കൃഷ്ണഭാവം അദ്ദേഹത്തിന് നന്നായി മനസ്സിലായി. അമ്മയുടെ വീട് പിന്നീട് ആശ്രമമായി മാറുകയായിരുന്നു. കഥകളി രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന കലാകാരനാണ് സദനം വിജയൻ വാര്യർ. സദനം കഥകളി അക്കാദമിയിൽ ഇദ്ദേഹം ദീർഘകാലം അധ്യാപകനായിരുന്നു. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നീ വേഷങ്ങളെല്ലാം അനായാസേന കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഫെല്ലോഷിപ്പ് അടക്കം നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി. താൻ ഇപ്പോഴും കഥകളി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് സദനം വിജയൻ വാര്യർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അമ്മയുടെ അച്ഛൻ്റെ പേരിൽ എനിക്ക് ഇന്ന് ലഭിച്ച പുരസ്കാരം ഏറ്റവും മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കിക്കൊണ്ട് അതുപോലെ ഞാൻ ആ കലയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിന് ശേഷം സുഗുണാമൃതം കഥകളി സംഘം പുതിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. അമൃത ന്യൂസ്, കൊച്ചി.